കാന്താരി ചമ്മന്തി, പച്ചമാങ്ങയും ചേർത്തിട്ടുള്ള കാന്താരി ചമ്മന്തി. നമ്മൾ തൊലിയോട് ചേർത്ത് കട്ട് ചെയ്യണം. വീണ്ടും കണ്ടോ, തൊലിയാണ് ഇതിൻ്റെ മാജിക് എന്നാണ്. ഇത് കാന്താരി ചമ്മന്തി വിത്ത് പച്ചമാങ്ങ. ഒരു ചെറിയ പഴുപ്പുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, പച്ചമാങ്ങയും കാന്താരി മുളകും കരിവേപ്പിലയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും തേങ്ങയും കല്ലുപ്പും പച്ച വെളിച്ചെണ്ണയും. ഇതാണ് അതിൻ്റെ കോമ്പിനേഷൻ. അടിക്കണം, നല്ല ഉഗ്രം ഊണ് കഴിക്കാൻ ഇതിലും വലിയൊരു കോമ്പിനേഷൻ വേറെ ഇല്ല. തേങ്ങ ഇട്ടു ഉണ്ടോ, ഫുൾ നമുക്ക് ചമ്മന്തി അരിയാം. ഇരിക്കട്ടെ. പച്ചമാങ്ങ തൊലിയോടുകൂടി, കാന്താരി മുളക്, കുറച്ചും കൂടെ പച്ചമാങ്ങ, യെസ്, പിന്നെ നമ്മളെ സ്വന്തം കരിവേപ്പില, ചെറിയ ഉള്ളി. ഇനി ഇതിനകത്ത് നമ്മൾ ഇഞ്ചിയും കൂടെ ചേർക്കും. ഇഞ്ചി, ഈ ചമ്മന്തി കല്ലുപ്പിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കല്ലിലരയ്ക്കാം. നമ്മളിപ്പോൾ മിക്സിയിലാണ് അരയ്ക്കാൻ പോകുന്നത്. ഉപ്പും ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ചമ്മന്തി അരയ്ക്കാം. ലേശം പച്ച വെളിച്ചെണ്ണ. ഇനിയാണ് ഇതിൻ്റെ മാജിക്. ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കുക. അതങ്ങോട്ട് കുഴയ്ക്കുക, നന്നായിട്ട് കുഴയ്ക്കുക. കുഴച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. സെറ്റല്ലേ? അതുകൊണ്ട് കുഴച്ചതിന് ശേഷം ഉരുട്ടിയെടുക്കുക. നമ്മളെ പണ്ടൊക്കെ അമ്മച്ചിമാർ ഇങ്ങനെ അങ്ങോട്ട് ഉരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ഉണ്ട്. കാന്താരി ചമ്മന്തി, പച്ചമാങ്ങയും ചേർത്തിട്ടുള്ള കാന്താരി ചമ്മന്തി. നമ്മൾ തൊലിയോട് ചേർത്ത് കട്ട് ചെയ്യണം. വീണ്ടും കണ്ടോ, തൊലിയാണ് ഇതിൻ്റെ മാജിക് എന്നാണ്. ഇത് കാന്താരി ചമ്മന്തി വിത്ത് പച്ചമാങ്ങ. ഒരു ചെറിയ പഴുപ്പുണ്ടെങ്കിൽ അത്രയും നല്ലത്.